നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിൽ അടച്ച സംഭവം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ്. ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. കാസർഗോഡ് ഗതാഗത നിയമലംഘനങ്ങൾക്ക് കൂട്ട നോട്ടീസ് നൽകിയ MVD നടപടിയിൽ ഇടപെട്ട മന്ത്രി KB ഗണേഷ് കുമാർ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന ആൾ കാസർഗോഡ് പിടിയിൽ. തൃശൂർ കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി ശോഭി എന്ന് വിളിക്കുന്ന പ്രശോഭ് PS ആണ് കാസർഗോഡ് വനിതാ പോലീസിന്റെ പിടിയിലായത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി. 2 പേർക്കെതിരെ കേസ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയെന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് നഗരസഭ 12ാം വാർഡ് UDF കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു. കാഞ്ഞങ്ങാട് UDFന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ അധികാരികളുടെ ഭരണം നരകഭരണമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിലടച്ച സംഭവം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. കാസർഗോഡ് സ്വദേശി ബിജു മാത്യുവിനും കണ്ണൂർ സ്വദേശി മണികണ്ഠനുമാണ് പോലീസിന്റെ അനാസ്ഥയിൽ 151 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇവരുടെ ദുരവസ്ഥ സംബന്ധിച്ച് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൽക്കണ്ടപ്പൊടിയെ MDMA ആക്കി വ്യാജലഹരി കേസെടുത്ത നടക്കാവ് പോലീസിന്റെ നടപടിയാണ് അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. കണ്ണൂർ വാരത്തെ മണികണ്ഠൻ, കാസർഗോഡ് കോളിച്ചാൽ ഞരളേറ്റ് വീട്ടിൽ ബിജു മാത്യു എന്നിവരെ പ്രതികളാക്കിയാണ് നടക്കാവ് പോലീസ് കേസെടുത്തത്. 2024 നവംബർ 26-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജോലി ആവശ്യത്തിനായി കോഴിക്കോട് എത്തിയ ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നും ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം തടഞ്ഞുവെച്ചത്. പോലീസിന്റെ പരിശോധനയിൽ മണികണ്ഠന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 58 ഗ്രാം കൽക്കണ്ടം കണ്ടെത്തി. കൽക്കണ്ടപ്പൊടിയാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും ഇത് മുഖവിലേക്ക് എടുക്കാതെ MDMA കൈവശം വെച്ചെന്ന് കാണിച്ച് നടക്കാവ് പോലീസ് ലഹരി കേസ് രജിസ്റ്റർ ചെയ്ത് യുവാക്കളെ റിമാൻഡ് ചെയ്തു. പോലീസിന്റെ അനാസ്ഥയിൽ 151 ദിവസമാണ് 2 പേർക്കും ജയിലിൽ കഴിയേണ്ടി വന്നത്. പിടികൂടിയത് കൽക്കണ്ടമാണെന്ന രാസപരിശോധനാ റിപ്പോർട്ട് വന്നതോടെയാണ് ഇവരെ കോടതി ജയിൽ മോചിതരാക്കിയത്. ഇവരുടെ ദുരവസ്ഥ സംബന്ധിച്ച് സിറ്റി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് സ്വന്തം ജാമ്യത്തിൽ ഇരുവരെയും വിട്ടയച്ചത്. അതേസമയം പ്രതികൾ കുറ്റം സമ്മതിച്ചിരുന്നുവെന്നും പ്രതികൾക്ക് MDMA കൈമാറിയവർ കൽക്കണ്ടം നൽകി അവരെ കബളിപ്പിച്ചതാവാമെന്നുമായിരുന്നു നടക്കാവ് പോലീസിന്റെ വാദം. സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണമെന്ന ഉത്തരവ് വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോളിച്ചാൽ. കാസർഗോഡ് ഗതാഗത നിയമലംഘനങ്ങൾക്ക് കൂട്ട നോട്ടീസ് നൽകിയ MVD നടപടിയിൽ ഇടപെട്ട മന്ത്രി KB ഗണേഷ് കുമാർ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കുമ്പള ടൗണിൽ സ്ഥാപിച്ച AI ക്യാമറയിൽ നിന്ന് 2023 മുതൽ 400-ലധികം പേർക്കാണ് പിഴ ലഭിച്ചത്. കുമ്പളയിൽ 2023 മുതലുള്ള ഗതാഗത നിയമലംഘന നോട്ടീസുകൾ ഒന്നിച്ചയച്ചെന്ന മാധ്യമ വാർത്തയിൽ ഇടപെട്ട മന്ത്രി KB ഗണേഷ് കുമാർ വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണറോട് നിർദ്ദേശിച്ചു. കുമ്പള ബദിയടുക്ക KSTP റോഡിൽ സ്ഥാപിച്ച AI ക്യാമറയിൽ നിന്നാണ് പിഴകൾ വന്നത്. മേഖലയിലെ 400ഓളം പേർക്കാണ് കൂട്ടപ്പിഴ ലഭിച്ചത്. 2023 മുതലുള്ള ചലാനുകൾ ഒന്നിച്ചു വന്നതോടെ ചിലർ 1 ലക്ഷത്തിന് മുകളിൽ വരെ പിഴ അടക്കണം. കുമ്പള ബദിയടുക്ക റോഡിൽ കുമ്പള ടൗണിന് സമീപത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമറയാണ് പണി കൊടുത്തത്. 2023 സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് അടുത്തുവരെ ആർക്കും പിഴ ലഭിച്ചിരുന്നില്ല.
ക്യാമറ പ്രവർത്തിക്കുന്നില്ലെന്ന് കരുതി നിയമലംഘനം നടത്തിയവർക്കാണ് പണി കിട്ടിയത്. എന്നാൽ 2023 മുതലുള്ള മുഴുവൻ പിഴകളും ഒരുമിച്ച് വരികയായിരുന്നു. ഗതാഗത നിയമലംഘനം കണ്ടെത്തിയാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ചലാൻ ചുരുങ്ങിയത് 15 ദിവസത്തിനുള്ളിൽ അയക്കണം എന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം പറയുന്നത്. 2023 സമാനമായ പരാതിയിൽ കേരള ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അങ്ങനെയിരിക്കെയാണ് വർഷങ്ങൾ പഴക്കമുള്ള ചലാനുകൾ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമ്പള. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന ആൾ കാസർകോട്ട് പിടിയിൽ. തൃശൂർ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ശോഭി എന്ന് വിളിക്കുന്ന പ്രശോഭ് PS ആണ് കാസർഗോഡ് വനിതാ പോലീസിന്റെ പിടിയിലായത്. കേരളത്തിലുടനീളം സ്ത്രീകളെ വശീകരിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം നടത്തിവരുന്ന ആളെ പോലീസ് പിടികൂടി. തൃശൂർ കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി ശോഭി എന്ന് വിളിക്കുന്ന പ്രശോഭ് PS ആണ് കാസർഗോഡ് വനിതാ പോലീസിന്റെ പിടിയിലായത്. മോഡലിംഗിന്റെയും മറ്റവസരങ്ങളും തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വിവാഹ വാഗ്ദാനം ഉൾപ്പെടെ നൽകിയാണ് ഇയാൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നത്. പ്രധാനമായും വിവാഹമോചനം നേടിയ സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യം വെച്ചിരുന്നത്. കാസർഗോഡ് സ്വദേശിനിയായ സ്ത്രീയുടെ പരാതിയിലാണ് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. തൃശൂർ ആളൂരിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പോലീസിൽ പരാതി നൽകാതിരിക്കാൻ പരാതിക്കാരായ സ്ത്രീകളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇയാളുടെ രീതി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ശ്രീ BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CKയുടെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് സ്റ്റേഷൻ SHO അജിത K, സ്ക്വാഡ് അംഗങ്ങളായ SI നാരായണൻ, ASI ഷാജു എന്നിവർ ചേർന്നാണ് ഇയാളെ സമർത്ഥമായി പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി. 2 പേർക്കെതിരെ കേസ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ VJ ബാബുവിന്റെ 2 പല്ലുകളാണ് സഹപാഠിയായ മാലോത്തി ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വലിയപ്ലാക്കലും ചേർന്ന് അടിച്ചുകൊഴിച്ചത്. കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ വളരെ കൗതുകവും അപൂർവവുമായ കേസാണ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയ സഹപാഠിയുടെ 2 പല്ലുകളും 62ാം വയസ്സിൽ അടിച്ചുകൊഴിച്ച് പകവീട്ടിയതാണ് കേസ്. മാലോം വെട്ടിക്കൊമ്പിൽ ഹൗസിൽ VJ ബാബുവിന്റെ 2 പല്ലുകളാണ് സഹപാഠിയായ മാലോത്തെ ബാലകൃഷ്ണനും സുഹൃത്ത് മാത്യു വലിയപ്ലാക്കലും ചേർന്ന് അടിച്ചുകൊഴിച്ചത്. കുട്ടിക്കാലത്തുണ്ടായ തല്ലിനെ ചൊല്ലി 2 ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പരിഹരിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ മാലോം ടൗണിലെ ജനതരംഗം ഹോട്ടലിന് മുന്നിൽ നിൽക്കുകയായിരുന്ന ബാബുവിനെ 4ാം ക്ലാസ്സിൽ വെച്ച് തല്ലിയത് എന്തിനാണെന്ന് ചോദിച്ച് ആക്രമിച്ചു. ഇതിനിടയിൽ മാത്യു കല്ലുകൊണ്ട് ബാബുവിന്റെ മുഖത്തും പുറത്തും കുത്തി പരിക്കേൽപ്പിച്ചു. ബാബുവിന്റെ 2 പല്ലുകളും കൊഴിയുകയും ചെയ്തു. സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അക്രമത്തിൽ 2 പല്ലുകൾ കൊഴിയുകയും മുഖത്തും പുറത്തും പരിക്കേൽക്കുകയും ചെയ്ത ബാബുവിനെ പൂങ്കല്ലിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം കൊണ്ടുപോയത്. എന്നാൽ പരിക്ക് സാരമുള്ളതായതിനാൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറും മറ്റു ചികിത്സാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മാലോത്തു നിന്നും പൂടംകല്ലിലേക്കും അവിടെ നിന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്കും അവിടെ നിന്നും പരിയാരം മെഡിക്കൽ കോളേജിലേക്കുമായി 100 കിലോമീറ്ററാണ് ബാബുവിന് ചികിത്സയ്ക്കായി സഞ്ചരിക്കേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയെന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ 12ാം വാർഡ് UDF കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ 12ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനി ഉടൻ തന്നെ സർവീസ് റോഡുകളുടെ ജോലി പൂർത്തീകരിക്കണമെന്നും അല്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഈ പ്രതിഷേധം മാറുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാർഡ് കൌൺസിലർ T മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഞങ്ങൾ ഇതിൻ്റെ പടിഞ്ഞാറ് വഴി ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ഭാഗത്തുമുള്ളവർ വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നതാണ്. അങ്ങനെ വീടുകളൊക്കെ വളരെ കുഴിയിലേക്ക് മാറിയിട്ടാണ്. എല്ലാം ചളിയും വെള്ളവും മഴ പെയ്ത് കഴിഞ്ഞാൽ ചെളിയും വെള്ളമൊക്കെ കിണറിൽ പോയി കുടിവെള്ളം പോലും ഞങ്ങൾക്ക് നിഷേധിച്ച ഒരു അവസരത്തിൽ ഞങ്ങൾ ഈ ഒരു സമരത്തിന് നിർബന്ധിതരായിരിക്കുകയാണ്. 2-3 മാസം മുമ്പിൽ തന്നെ ഇതിനൊരു പരാതി
കലക്ടർക്കും എല്ലാവർക്കും ഞാൻ നൽകിയുണ്ടായി. പരാതി പ്രകാരം അവർ പറഞ്ഞത് 2 മാസമായി ഇതിൻ്റെ ലെറ്റർ വന്നത് എത്രയോ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പണി പൂർത്തിയായി ഇതിൻ്റെ റിപ്പോർട്ടുകൾ കലക്ടർക്കും അവരൊക്കെ അറിയിക്കണമെന്നാണ്. ഇതുവരെയായി 2 മാസം കഴിഞ്ഞ് ഇതുവരെയായി ഇതിലൊരു നടപടിയും സ്വീകരിക്കുകയാണെന്നില്ല. പരിപാടിയിൽ 12-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൃഷ്ണലാൽ അധ്യക്ഷത വഹിച്ചു. KMCC നേതാവ് AK മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമൽ, യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബിൻ ഉപ്പിലിക്കൈ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് തമ്പാൻ ചെമ്മട്ടംവയൽ, കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി മണിയൻ, യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് വിനീത് HR, തോയമൽ പ്രിയദർശിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് വിനോദ് തോയമൽ എന്നിവർ സംസാരിച്ചു. 12-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ ഖാദർ, മുഹമ്മദ് സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് 12-ാം വാർഡ് സെക്രട്ടറി അബു സാലി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് UDFന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ അധികാരികളുടെ ഭരണം നരകഭരണമെന്നാരോപിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭ ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് 2 മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും നടുറോഡിൽ ബസ് കയറേണ്ട അവസ്ഥയാണെന്നും പുതിയ ബസ് സ്റ്റാൻഡ് ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചിട്ടില്ല എന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അങ്ങനെ തന്നെ കാഞ്ഞങ്ങാട് നഗരഭരണം അക്ഷരാർത്ഥത്തിൽ നരകഭരണമായിരിക്കുകയാണെന്നും 6 മാസത്തിനകം നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDF നഗരസഭാ ഭരണസമിതിയെ താഴെയിറക്കി UDF ഭരണത്തെ കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും മാഹിൻ ഹാജി പറഞ്ഞു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ മാറ്റാനുള്ള ഒരു സുവർണാവസരമാണ് 4-5 മാസങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇതിനുള്ള ചുട്ട മറുപടി നൽകാനായിരിക്കണം ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഷീലോട്ട് ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതേപോലെ മത്സ്യ മാർക്കറ്റ് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പുരുഷോത്തം വക്കീലായിരുന്നു ചെയർമാൻ. 21 സെന്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മത്സ്യ മാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി 19 സെന്റ് സൗജന്യമായി ഞങ്ങൾ നൽകുകയും 40 സെന്റ് സ്ഥലത്ത് നല്ല വിശാലമായ രീതിയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് മുഴുവനായും കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു സൗകര്യവുമില്ലാത്ത രീതിയിൽ ആ മാർക്കറ്റ് നിർമ്മിക്കുകയും ഇന്ന് അതൊരു ശാപമായി, നഗരത്തിന്റെ ശാപമായി, കൊതുക് വളർത്ത് കേന്ദ്രമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. UDF മുനിസിപ്പൽ ചെയർമാൻ MP ജാഫർ അധ്യക്ഷത വഹിച്ചു. KP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. V കമാരൻ, M ബഷീർ വെള്ളിക്കോത്ത്, അസൈനാർ, PV സുരേഷ്, K മുഹമ്മദ് കുഞ്ഞി, V ഗോപി, KK ബദ്രുദ്ദീൻ, ഷംസുദ്ദീൻ ആവിയിൽ, KK ജാഫർ, M കുഞ്ഞികൃഷ്ണൻ, ഉമേഷൻ TV, കമലാക്ഷ, സലാം, ബഷീർ ആറങ്ങാടി, KK ബാബു, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, C ശ്യാമള എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഭാഗമായി GLPS രാമണേശ്വരം സ്കൂൾ കോമ്പൗണ്ടിൽ മാവ്, പ്ലാവ്, പേര തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിപാടി കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ 1973 ഇത് തുടക്കം കുറിച്ചത്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോക പരിസ്ഥിതി ദിനം എല്ലാ വർഷവും നമ്മൾ സർക്കാർ വക ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ എല്ലാവിടെയും നമ്മളെ കാട്ടുമരങ്ങളെല്ലാം നശിച്ചു പോയ സ്ഥിതിയിലാണ്. അപ്പോൾ നമ്മൾ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 കുറച്ചെങ്കിലും വൃക്ഷത്തൈകൾ നട്ട് നമ്മളെ ഈ ഉള്ള ചൂടുകൾ, നമ്മളെ ഈ അന്തരീക്ഷത്തിലുള്ള ചൂട് കുറക്കാനും അതേപോലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറച്ച് ഓക്സിജൻ അളവ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ജ്യോതികുമാരി പദ്ധതി വിശദീകരണം നടത്തി. NM ശ്രീരേഖ, രാധാകൃഷ്ണൻ, ധന്യ, അരവിന്ദ്, പ്രിയ എന്നിവർ സംസാരിച്ചു. അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലിൽ സ്വാഗതവും ജനാർദ്ദനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പരിസ്ഥിതി അവബോധം ലക്ഷ്യമിട്ട് കവായി കായലോരത്തെ
തീരദേശീയപാതയിലൂടെ 8 കിലോമീറ്റർ ദൂരം പ്രമുഖ കായിക താരങ്ങൾ പങ്കെടുത്ത പരിസ്ഥിതി റൺ വലിയപറമ്പ് പാലത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ തെക്കേ അറ്റത്തെ തയ്യൽ കടപ്പുറത്തേക്കാണ് പരിസ്ഥിതി സൗഹൃദ മാരത്തോൺ സംഘടിപ്പിച്ചത്. അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ ടീമിന്റെ നേതൃത്വത്തിൽ വലിയപറമ്പിന്റെ ഇടത്തും വലത്തുമുള്ള കടലിനും കായലിനുമിടയിലൂടെ തീരപാതയിൽ നടത്തിയ ഓട്ടം ലോക പരിസ്ഥിതി ദിനാചരണ ഭാഗമായാണ് നടത്തിയത്. പ്രകൃതിയെ സംരക്ഷിക്കുക, ലഹരി വസ്തുക്കളെ വർജിക്കുക എന്ന സന്ദേശങ്ങൾ ഉയർത്തി നടത്തിയ മാരത്തോണിൽ ബ്രാൻഡ് അംബാസിഡറും കഴിഞ്ഞ ദിവസം മൂന്നാർ കോതമംഗലം 80 കിലോമീറ്റർ സഹ്യാദ്രി മാരത്തോൺ പൂർത്തീകരിച്ച പാലക്കാട് സ്വദേശി സുകേഷ് പുന്നിയിൽ, സർവകലാശാല അത്ലറ്റ് മലപ്പുറത്തെ സഹീർ കാവന്നൂർ, അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് മീറ്റുകളിലെ ജേതാക്കൾ ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന താരങ്ങൾ പങ്കെടുത്തു. വ്യാഴാഴ്ച രാവിലെ 6:30 വലിയപറമ്പ് പാലത്തിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പരിസ്ഥിതി സൗഹൃദ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തീരത്തേക്ക് ഇത്രയും എണ്ണം പറഞ്ഞ ഓട്ടക്കാർ, അതുപോലെ ഗുസ്തിയിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ, അതിനൊപ്പം നിങ്ങളോട് ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ളത്, ഒരുപക്ഷെ വലിയപറമ്പായതുകൊണ്ടാവാം, സാധാരണ രീതിയിൽ അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു തീരപ്രദേശത്ത് നമ്മുടെ തീരപ്രദേശത്തിൻ്റെ മണൽത്തരികളോട് കിന്നാരം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും 65ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടും ചുറുചുറക്കോടെ എൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ബാലകൃഷ്ണേട്ടൻ ഈ നാടിനും ലോകത്തിനും മാതൃകയാണ്. കാരണം മാസ്റ്റേഴ്സ് മീറ്റിൽ ചെന്നൈയിൽ ഉൾപ്പെടെ പോയി മെഡലുകൾ നേടി ഈ വലിയപറമ്പിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹം ഇന്നും നാസിക്കിൽ ഉൾപ്പെടെ, അതോടൊപ്പം ഇന്നും സൈക്കിളിലൂടെ തൻ്റെ ജോലി നടത്താൻ വേണ്ടി, കാരണം ഇന്നത്തെ ഒരു കാലത്ത് ഒരുപാട് വാഹനങ്ങൾ പുതിയ രീതിയിലേക്ക് വന്നപ്പോഴും സൈക്കിൾ കൈവിടാതെ ഇന്നും സൈക്കിൾ എടുത്തുകൊണ്ട് തൻ്റെ തയ്യൽ ജോലി എടുക്കാൻ പോകുന്ന ബാലകൃഷ്ണേട്ടൻ ഈ നാടിനൊരു മാതൃകയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്ക് വന്നു എന്ന് പറയുന്നത് തന്നെ അഭിമാനകരമാണ്. പി ബഷീർ അധ്യക്ഷത വഹിച്ചു. അത്ലറ്റിക് ഫ്രണ്ട് ഇന്ത്യ പ്രസിഡന്റ് MC താജുദ്ദീൻ, ഹോസ്ദുർഗ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ വി സലാം എന്നിവർ സംസാരിച്ചു. തയ്യൽ സൗത്ത് കടപ്പുറത്ത് നടന്ന സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K മനോഹരൻ മെഡലുകൾ വിതരണം ചെയ്തു. വിവിധ കായിക മേഖലകളിൽ നേട്ടം കൊയ്ത കായിക താരങ്ങളെ സാമൂഹ്യ പ്രവർത്തകൻ മുഷ്താഖ് മാലിദ്വീപ് അനുമോദിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പെരിയാർ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരോഗ്യ സംരക്ഷണം ഔഷധ സസ്യങ്ങളിലൂടെ എന്ന സന്ദേശവുമായി കോളേജ് ക്യാമ്പസിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഔഷധത്തോട്ടം നിർമ്മിച്ചു. മാധുര്യമൂറുന്ന കുഞ്ഞിമംഗലം മാങ്ങ കായ്ക്കുന്ന നാട്ടുമാവിൻ തോട്ടവും 27 ജന്മനക്ഷത്രങ്ങളുടെ പേരിലുള്ള നക്ഷത്രവനവും ഇന്ന് അംബേദ്കർ കോളേജിന്റെ മുഖച്ഛായയാണ്. ഇതോടൊപ്പം അന്യം നിന്നു പോകുന്ന ഔഷധ സസ്യങ്ങളെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ ഔഷധത്തോട്ടമാണ് കോളേജ് അങ്കണത്തിൽ ഒരുക്കിയത്. നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഒഴിച്ചുകൂടാനാകാത്ത ദശപുഷ്പങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനം നൽകി സംരക്ഷിക്കുന്നുണ്ട്. പരിസ്ഥിതി പ്രവർത്തകനും നാട്ടുചികിത്സാ വിദഗ്ധനുമായ ബാലൻ കുന്നുമൽ ഔഷധ സസ്യം നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയചന്ദ്രൻ കിഴോത്ത് അധ്യക്ഷത വഹിച്ചു. A. ബിപുല റാണി, ട്രസ്റ്റ് PRO C. മുഹമ്മദ് കുഞ്ഞി, അംബേദ്കർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P. സുനിൽകുമാർ, വൈസ് പ്രിൻസിപ്പൽ M. അജിത, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ KV സാവിത്രി, NSS പ്രോഗ്രാം ഓഫീസർ C. ഷിജിത്ത്, IQAC കോർഡിനേറ്റർ P. അഭിലാഷ്, പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ KV രജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാലൻ കുന്നുമൽ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങോത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. നന്മമരം കാഞ്ഞങ്ങാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ കാഞ്ഞങ്ങാട് DVSP ബാബു പെരിങ്ങോത്ത് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ മരങ്ങൾ അല്ലെങ്കിൽ പച്ചപ്പ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ എന്നും അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് സംരക്ഷിക്കാനുള്ള ഇടപെടലുകളും ഉണ്ടാവേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാഞ്ഞങ്ങാട് മുമ്പും നന്മമരത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ നട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നൊരവസ്ഥ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അതിന് ശക്തമായ നടപടി പോലീസ് എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ആ നശിപ്പിച്ച സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഇത് നടേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ നന്മമരം പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ്.
അത് അങ്ങനെ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ഈ പച്ചപ്പ് അവസാനിപ്പിച്ചുകൊണ്ടല്ല ഇവിടെ ഇടപെടേണ്ടത്. നന്മമരം പോലെയുള്ള സംഘടനകൾ നമുക്കറിയാം കാഞ്ഞങ്ങാട് നഗരത്തിൽ അവർ ശരിയായ രീതിയിൽ അടയാളപ്പെട്ട് കഴിഞ്ഞു. കാരണം വിവിധ ഉപകാര പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമായിട്ട് ഈ നഗരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നന്മമരം എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ ഇന്നിപ്പോൾ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഹോസ്ദുർഗ് സബ് ഡിവിഷൻ ആഭിമുഖ്യത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്നുള്ളത് ഈ പരിസ്ഥിതി പരിപാടി ആഘോഷമാക്കിയിരിക്കുന്നത് നന്മമരം എന്നുള്ളതാണ്. അവരുടെ ഈ നഗരത്തെ പച്ചപ്പാക്കുന്നു എന്നുള്ളത് മാത്രമല്ല അവരുടെ മനസ്സ് തന്നെ പച്ചപ്പ് നിറഞ്ഞതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ജില്ലയിലെ മികച്ച പോലീസ് ഓഫീസറായി തെരഞ്ഞെടുത്ത ഹോസ്ദുർഗ് സർക്കിൾ ഇൻസ്പെക്ടർ അജിത് കുമാറിന് സ്നേഹാദരം നൽകി ആദരിച്ചു. നന്മമര ചുവട്ടിൽ നടന്ന പരിപാടിയിൽ രക്ഷാധികാരി വി രമേശൻ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി. ജില്ലാ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ കാഞ്ഞങ്ങാട് നിന്നും സ്ഥലം മാറിപ്പോകുന്ന രാജു മാത്യു സിറിയേക്ക് ഡോക്ടർക്ക് യാത്രയപ്പും ആദരിക്കൽ പരിപാടിയും സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് കോടതി വളപ്പിലും നന്മമരം പ്രവർത്തകർ മരത്തൈകൾ നട്ടു. കോടതി വളപ്പിൽ ഡിവിഷണൽ ജില്ലാ ജഡ്ജ് PM സുരേഷ് വൃക്ഷത്തൈകൾ നട്ട് സീനിയർ സിവിൽ ജഡ്ജ് MC ബിജു എന്നിവർ പങ്കെടുത്തു. സലാം കേരള, ഷിബു നോർത്ത് കോട്ടച്ചേരി, ബിബി ജോസ്, വിനോദ് TK, CP ശുഭ, ഡോക്ടർ ജീജ MP, ലളിതാംബിക, സത്യഭാമ, മുഹമ്മദ് അൻവർ, ഹെൽത്ത് ഇൻസ്പെക്ടർ മുരളീധരൻ, ഗോകുലാനന്ദൻ, ദിനേശൻ എക്സ്പ്ലസ്, പ്രസാദ് BK, ബഷീർ കുത്തിക്കാൽ, വിനു വേലാശ്വരം, പുഷ്പ കൊളവയൽ, രമ്യ ഹരി, രതീഷ് കുശാൽ നഗർ, രജനീഷ്, സുരേഷൻ ഹോംഗാർഡ്, അനിത, സുനിത, റഹ്മാൻ പാണത്തൂർ, സിസ്റ്റർ ജയ, ബഷീർ കൊത്തിക്കാൽ, ബിന്ദു C, ആശാലത, റസാഖ് മൊവൽ, ജലീൽ ക്വാളിറ്റി, ജയകൃഷ്ണൻ മാതൃഭൂമി, ഫസൽ ചന്ദ്രിക, കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി. അമ്പലത്തറ സ്നേഹവീട്ടിൽ നടന്ന ദിനാചരണം വൃക്ഷത്തൈ നട്ടുകൊണ്ട് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പരിസ്ഥിതി ദിനാചരണം നടത്തി. അമ്പലത്തറ സ്നേഹവീട്ടിൽ നടന്ന ദിനാചരണം വൃക്ഷത്തൈ നട്ടുകൊണ്ട് പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ വർഷത്തെ ആഗോള പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായിട്ട് വൈവിധ്യമാർന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, സമയപരിമിതികളും സംസാരിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഫുമ ജില്ലാ പ്രസിഡന്റ് ഐശ്വര്യകുമാരൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ AV കുഞ്ഞമ്പു, CK സബിത, സ്നേഹവീട് ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, നാരായണൻ അമ്പലത്തറ, അപ്പക്കുഞ്ഞി, ഫുമ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഫാറൂഖ്, മെട്രോ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഫുമ ജില്ലാ സെക്രട്ടറി ഡയാന ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജില്ലാ ട്രഷറർ രവി ഭാരത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള NGO യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസിലെ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങളും അവകാശങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടന എന്ന രീതിയിൽ ജീവനക്കാരന്റെ അവകാശങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ പൊതുസമൂഹത്തിലായാലും നമ്മുടെ കുടുംബത്തിലായാലും അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളിലടക്കം ഇടപെടണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായ പരിപാടികൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘടന ഏറ്റെടുത്ത് നടന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കുന്നത്. പ്രശസ്ത കരിയർ വിദഗ്ധനും ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെൽ ജില്ലാ കോർഡിനേറ്ററുമായ മെയ്സൺ കളരിക്കൽ വിഷയം അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ സ്വാഗതവും ജില്ലാ ട്രഷറർ B വിജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മത്സ്യബന്ധന മേഖലയിലെ പ്രമുഖ സംഘാടകനായ ചെറുവത്തൂർ കാടാങ്കോട്ടെ വെങ്ങാട്ട് കുഞ്ഞിരാമന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക സാമുദായിക മേഖലയിലെ കരുത്തുറ്റ നായകത്വം വഹിച്ച വെങ്ങാട്ട് കുഞ്ഞിരാമൻ മത്സ്യബന്ധന അനുബന്ധ മേഖലയിലെ സംഘടനാ രംഗത്ത് നേതൃനിരയിൽ പ്രവർത്തിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, കാടാങ്കോട് ജയ്ഹിന്ദ് വായനശാല മുൻ പ്രസിഡന്റ്, ബോവിസ്
കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ്, മത്സ്യ ഉൽപാദക സഹകരണ സംഘം കാടാങ്കോട നെല്ലിക്കൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ്, ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ, കാടാങ്കോട മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം സ്ഥാപക പ്രസിഡന്റ്, യന്ത്രവൽകൃത ബോട്ട് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട്. പൂരക്കളിയിൽ ഫോക്ലർ അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവാണ്. തിരുപ്പതിയിൽ നടന്ന AICC സമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഇബ്രാഹിം കുഞ്ഞിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് വെച്ച് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി നടത്തിയ അഭിമുഖത്തിലും വെങ്ങാട്ട് പങ്കെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ കാടാങ്കോട ജയ്ഹിന്ദ് വായനശാലയിലെ പൊതുദർശനത്തിന് ശേഷമാണ് സമുദായ ശ്മശാനത്തിൽ സംസ്കാരം നടന്നത്. പൊതുദർശനത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വായനയെ ലഹരിയാക്കണമെന്ന ഗ്രന്ഥശാലാ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകർ. വായനാ വെളിച്ചം പരിപാടി സമാപിച്ചു. വായനയെ ജീവിതത്തിന്റെ ലഹരിയാക്കാൻ സാധിക്കണമെന്ന് ഗ്രന്ഥശാലാ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ പറഞ്ഞു. വണ്ണാർവയൽ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ കുട്ടികൾക്കായി നടത്തിയ വായനാ വെളിച്ചം പരിപാടിയുടെ സമാപനമായ വെളിച്ചത്തിനെന്ത് വെളിച്ചം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ച മിക്കവാറും എല്ലാ പരിപാടികളും നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ട് ഇതുവരെ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇവിടെ എത്തിക്കാൻ മതത്തിനും രാഷ്ട്രീയത്തിനും ജാതിക്കും അതീതമായിട്ടുള്ള ഒരു പൊതു ഇടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വേനലവധിക്കാലത്ത് പി കൃഷ്ണൻ നായർ ഗ്രന്ഥാലയത്തിലെ ബാലവേദിയുടെ നേതൃത്വത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. ചടങ്ങിൽ താലൂക്ക് യൂണിയൻ അംഗം രാജൻ വിഷ്ണുമംഗലം അധ്യക്ഷനായി. വായനാ വെളിച്ചം കൺവീനർ ദിവ്യ പ്രമോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വായനയുടെ രസതന്ത്രം എന്ന വിഷയത്തിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ പി ജനാർദ്ദനൻ പ്രഭാഷണം നടത്തി. മികച്ച പുസ്തകാസ്വാദന കുറിപ്പുകൾ തയ്യാറാക്കിയ അമ്മമാർക്കും കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. ഗ്രന്ഥാലയം സെക്രട്ടറി അനിൽ പുളിക്കാൾ, വനിതാവേദി പ്രസിഡന്റ് പി ശ്യാമള ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുട്ടിൽ ഭാസ്കരൻ ബലിദാന ദിനം ആചരിച്ചു. അനുസ്മരണ യോഗവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടി 173-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊള്ളക്കടയിൽ മുട്ടിൽ ഭാസ്കരൻ ബലിദാന ദിനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാർട്ടിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയായിട്ട് ജോലി എടുത്ത ഒരാളാണ് മുട്ടിൽ ഭാസ്കരേട്ടൻ. എന്തുകൊണ്ടാണ് മുട്ടിൽ ഭാസ്കരേട്ടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊന്നതെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഉണ്ടായിട്ട് അതേ ഫാമിലി നോക്കിക്കൊണ്ടു സംഘടനയിൽ ആത്മാർത്ഥതയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടുണ്ടായ ഒരാളാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാണ്ട് ഒരാൾക്ക് അവരെ കയ്യിൽ ഒരു അപകടം ആവാത്ത നന്നായിട്ട് ഒരു പ്രവർത്തനം ചെയ്തിട്ടുണ്ടായ ഒരാളാണ് ഭാസ്കരേട്ടൻ. എന്ത് തെറ്റി ചെയ്തു, സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വർക്കാക്കിയതാണോ തെറ്റി? ബൂത്ത് പ്രസിഡന്റ് AV രാജേഷ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വെച്ച് പൊള്ളക്കട അടിപ്പാതയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് വിജയം നേടിയ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. BJP മുൻ ജില്ലാ സെക്രട്ടറി A വേലായുധൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. BJP മുൻ ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽകുമാർ, BJP മുൻ ജില്ലാ സെക്രട്ടറി വിജയ്കുമാർ റായ്, PV സുരേഷ്, മുരളീധരൻ പെരിയ, വാർഡ് മെമ്പർ ഷീബ മധുരമ്പാടി, ബൂത്ത് സെക്രട്ടറി ഷിബു എന്നിവർ സംസാരിച്ചു. P രതീഷ് സ്വാഗതവും P വിഷ്ണു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിർ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അമ്പലത്തറ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രമോദ് TV ക്ലാസ് കൈകാര്യം ചെയ്തു. സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. അമ്പലത്തറ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രമോദ് TV ആണ് ക്ലാസ് കൈകാര്യം ചെയ്തത്. ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാരാണ്? അച്ഛനും അമ്മയും നമുക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു തരുന്ന ഗുരുനാഥന്മാർ അല്ലേ? അവരാണ് നമ്മുടെ ദൈവങ്ങൾ. എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ
നമുക്ക് വഴികാട്ടി തരുന്നത്. ആ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാക്കി നമുക്ക് നല്ല മനുഷ്യനാക്കാൻ വേണ്ടി നല്ല വഴികാട്ടി തരുന്നതെല്ലാം അല്ലെ നമ്മുടെ നന്മയിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? അച്ഛൻ, അമ്മ അല്ലേ? അച്ഛനും അമ്മയും പിന്നെ ഇപ്പൊ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടാവും ഇല്ല? സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മക്ക് തുല്യരായിട്ട് ആരാണ്? നിങ്ങളുടെ അധ്യാപകന്മാരാണ് അല്ലേ? ആധുനിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം കുട്ടികളിലെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചും ലഹരിയിൽ അമരുന്ന പുതിയ തലമുറ സമൂഹത്തിലുണ്ടാക്കുന്ന വിപത്തിനെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. സൗഹാർദ്ദപരമായ ക്ലാസ് കുട്ടികൾക്ക് ഏറെ നവ്യാനുഭവം പകർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭിന്നശേഷി കുട്ടികളുടെ ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി. ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. ഉപയോഗിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലമുണ്ടാകുന്ന മാരക വിപത്തിനെതിരെ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി നടത്തിയ ചിത്രരചന കളറിംഗ് മത്സരം ശ്രദ്ധേയമായി. ദക്ഷിണ റെയിൽവേ പാലക്കാട് ഡിവിഷൻ നേതൃത്വത്തിൽ ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിൽ നടത്തിയ ചിത്രരചനാ മത്സരമാണ് വൈവിധ്യം കൊണ്ട് വേറിട്ട് നിന്നത്. റോട്ടറി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ PK പ്രശാന്ത് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് ഡിവിഷന്റെ കീഴിലാണ് നമ്മുടെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. അപ്പോൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണമാണ്. അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി റെയിൽവേ ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണിത്. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഈ ചിത്രരചനയും ഒപ്പം തന്നെ ക്വിസ് മത്സരവും essay കോമ്പറ്റീഷനും മുതലായ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിന് വേണ്ടി പ്ലാൻ ചെയ്തത് ചിത്രരചനയാണ്. റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലാം അധ്യക്ഷനായി. റോട്ടറി സ്കൂൾ പ്രിൻസിപ്പാൾ ബീന സുഗോസ് സ്വാഗതം പറഞ്ഞു. കളറിംഗ് മത്സരത്തിൽ സിജാദ് അഹമ്മദ്, ചിത്രരചനാ മത്സരത്തിൽ ഫാത്തിമത്ത് സുഹൈർ എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി. കളറിംഗിൽ ബാലകൃഷ്ണൻ, അനിൽ രാജ് എന്നിവർ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ചിത്രരചനയിൽ കൃഷ്ണപ്രിയ, മുഹമ്മദ് മുനവ്വിർ എന്നിവർക്കാണ് 2-3 സ്ഥാനങ്ങൾ. വിജയികൾക്ക് സ്റ്റേഷൻ മാസ്റ്റർ PK പ്രശാന്ത് റെയിൽവേയുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിൽ അടച്ച സംഭവം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ്. ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. കാസർഗോഡ് ഗതാഗത നിയമലംഘനങ്ങൾക്ക് കൂട്ട നോട്ടീസ് നൽകിയ MVD നടപടിയിൽ ഇടപെട്ട മന്ത്രി KB ഗണേഷ് കുമാർ. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം നടത്തുന്ന ആൾ കാസർഗോഡ് പിടിയിൽ. തൃശൂർ കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി ശോഭി എന്ന് വിളിക്കുന്ന പ്രശോഭ് PS ആണ് കാസർഗോഡ് വനിതാ പോലീസിന്റെ പിടിയിലായത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തല്ലിയതിന് 62ാം വയസ്സിൽ തിരിച്ചടി. 2 പേർക്കെതിരെ കേസ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന സർവീസ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതി എന്നാരോപിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ 12ാം വാർഡ് UDF കമ്മിറ്റി ദേശീയപാത ഉപരോധിച്ചു. കാഞ്ഞങ്ങാട് UDFന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ അധികാരികളുടെ ഭരണം നരകഭരണമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.